സഞ്ജു ODIയിൽ അവസാനം സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി അടിച്ചു. പിന്നീട് ODI ടീം വരുമ്പോൾ സഞ്ജു ഇല്ല. വേൾഡ് കപ്പിലെ T20 വേൾഡ് കപ്പ് വരുമ്പോൾ സഞ്ജു വൺ ഡേ ടീമിലുണ്ടാവും. വൺ ഡേ വരുമ്പോൾ സഞ്ജു T20 ടീമിലുണ്ടാവും. ഈ ആരാധകർക്കിടെ വലിയ അമർഷവും സോഷ്യൽ മീഡിയ വലിയ ക്യാമ്പയിനും ഒക്കെ ഉണ്ട്. സഞ്ജു എങ്ങനെയാണ് ഈ ഒരു സെലക്ഷനെ കാണുന്നത്? കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കും ചേട്ടാ, ഇല്ലെങ്കിൽ കളിക്കൂല. അത്രേ ഉള്ളൂ. കൂടുതൽ ആലോചിക്കാൻ താല്പര്യമില്ലായിരുന്നു. നമ്മൾ ഉറപ്പായിട്ടും ടീം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഹയർ പർപ്പസിൽ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കൺട്രോളബിൾ എന്തൊക്കെയാണോ അതിൽ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും കരിയർ മുന്നോട്ട് തന്നെയാണ് പോകുന്നതാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ അതനുസരിച്ച് പോകുന്നുണ്ട്. നമ്മളിടുന്ന എഫേർട്ടും പ്രാക്ടീസും ട്രെയിനിങ് അനുസരിച്ച് കളി മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെ കളിയിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കലാണ് എൻ്റെ എപ്പോഴത്തെ ആഗ്രഹം. പുതിയ കോച്ച് എപ്പോഴും സഞ്ജുവിനെ ഒരുപാട് പ്രൈസ് ചെയ്യുന്ന, സഞ്ജുവിനെ പറ്റി നന്നായിട്ട് പറയുന്ന ഒരാളാണ്. എങ്ങനെയാണ് പുതിയ കോച്ച് വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്? കൊള്ളാം. അതെ, അതെന്നെ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ കഴിഞ്ഞ എത്രയും വർഷം, ഒരു 3-4 വർഷമായിട്ട് നാട്ടിലത്തെ ഒരു എനർജി ഭയങ്കര സംഭവമാണ്. അപ്പോൾ എല്ലാം നമ്മുടെ വാട്സാപ്പ് മെസ്സേജും അവിടെ സോഷ്യൽ മീഡിയ എവിടെയൊക്കെ നോക്കുമ്പോഴും നാട്ടിലത്തെ ആൾക്കാരൊരു സപ്പോർട്ടും. ഇപ്പോൾ ന്യൂസിലൻഡ് മുതൽ വെസ്റ്റ് ഇൻഡീസ് വരെ പോകുമ്പോൾ അവിടെ നമ്മുടെ നാട്ടുകാരുണ്ട്. എടാ മോനെ കളിയടാ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ചെറിയ കാര്യമില്ല. അത് ഡ്രസ്സിംഗ് റൂമിൽ, ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ വലിയ ചർച്ചയാണ്. എടാ ചേട്ടാ, നിനക്ക് എവിടെ പോയാലും ഇത്ര സപ്പോർട്ടല്ലോ, നീ എന്താണ്, നീ അങ്ങനെയാണോ ഇങ്ങനെയാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അത്രയും ഞാൻ അറിയിക്കുന്നുണ്ടോന്ന് വരെ ചില സംശയമൊക്കെ എനിക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് വലിയ സംഭവമായിട്ടാണ് കാണുന്നത്. അത്രയും സപ്പോർട്ടിന് നന്ദി. അപ്പോൾ അത്രയും സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ ടീമിൽ കിട്ടാത്തപ്പോൾ അതിനനുസരിച്ചും, പിന്നെ ഇതേപോലെ ശ്രീലങ്കയിൽ പോയി 2 ഡക്കൊക്കെ അടിച്ചിട്ട് വരുമ്പോൾ അതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മെച്ചൂരിറ്റി എനിക്കുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കേട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഏട്ടാ, എവിടെ കളിപ്പിച്ച അവിടെ കളിക്കും. ആവശ്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ എല്ലാത്തിനും റെഡിയാണ്. ഏത് പൊസിഷനിൽ കളിക്കാനും ഞാൻ റെഡിയാണ്. സഞ്ജു, ഈ ആരാധകരുടെ ആവേശം അത് കൂടുതൽ പ്രശ്നമുണ്ട്. കാരണം പലപ്പോഴും സഞ്ജുവിനെ ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സഞ്ജു സെലക്ട് ചെയ്യപ്പെടാൻ പോകുമ്പോഴോ ഒക്കെ ഈ സെലക്ടേഴ്സിന്റെ ഒക്കെ പേജിൽ പോയി അവരെ ഭയങ്കരമായിട്ട് അങ്ങ് അറ്റാക്ക് ചെയ്യുന്നത്. അത് ഏതെങ്കിലും തരത്തില് ചേട്ടനാണെന്നാണ് ഞാൻ കേട്ടത്. അതെ, കണ്ടുടാ. അതെ, ആണോ? ഇല്ല, എന്നെ ബാധിക്കുന്നില്ല ഏട്ടാ. സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല. വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ടോ? എങ്ങനെയാണ് വിമർശനങ്ങളോട് പ്രതികരണം? വിമർശനങ്ങൾ ഉറപ്പായിട്ടും ഒരു പണ്ട് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഒരു എന്താണ് പുള്ളി അങ്ങനെ പറഞ്ഞിട്ട് പോയെന്നൊക്കെ തോന്നും. പക്ഷേ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് ക്രിറ്റിസിസം എപ്പോഴും നല്ലതായിട്ടാണ് ഞാൻ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം, ഇനി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും നല്ലത്. കരിയർ അവസാനിക്കുന്നവരെ അങ്ങനെ ആയിരിക്കണമെന്നാണ് നമ്മുടെ വലിയ വലിയ പ്ലെയേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ നോക്കും. പക്ഷെ അതല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാനുള്ളൊരു മെച്ചൂരിറ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും വലിയ സന്തോഷം. നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് KCL അടിച്ച് പൊളിക്കണം. എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു സപ്പോർട്ട് കൂടെ ഉണ്ടാവുന്നതിൻ്റെ കൂടെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൂടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ KCL എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ എക്സ്പോഷറാണ്. ഭയങ്കര ഫെയിമും മണിയും ഇതിലോട്ട് വരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ കുറേ യങ്സ്റ്റേഴ്സ് കേരള ക്രിക്കറ്റിൽ ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് മാത്രമാണ് ഇതുവരെ ഈ ആന്റി കറപ്ഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ടൂർണമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അത് കേരള ക്രിക്കറ്റേഴ്സിന്റെയും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ എല്ലാവരും എടുക്കണം. അതിന്റെ മെഷേഴ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇതിനെ കറക്റ്റ് സ്പിരിറ്റിൽ തന്നെ കളിക്കണം. പിന്നെ ഈ ടൂർണമെന്റിലോട്ട് വന്ന എല്ലാ നമ്മുടെ ഓണേഴ്സിനും വലിയ നന്ദി. താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ആൻഡ് ഐ തിങ്ക് വി ഷുഡ് ഹാവ് ദ ഇനഫ് പേഷ്യൻസ് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ലോങ് ടേം വിഷൻ അല്ലേ. ഐ തിങ്ക് ഉറപ്പായിട്ട് നമ്മളൊരു സക്സസ് ആയിട്ട് എടുക്കണം. വലിയ വേറെ ലീഗ്സ് സക്സസ് ആയ പോലെ ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് ടൈം ടു ഗെറ്റ് ആ ഒരു എക്സ്പോഷറും അത് കിട്ടാൻ. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും KCL ഒന്നിച്ച് പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് ഒരു സക്സസ് ആയിട്ട് മാറ്റണം.